ഇൽമിന്റെ പേരിൽ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ അയാളുടെ പാണ്ഡിത്യത്തെക്കുറിച്ച് അറിവും ബോധ്യവും നമുക്കുണ്ടാവും. ഇല്ലാതെ നമുക്കത് സ്നേഹിക്കാൻ കഴിയില്ല. അപ്പൊ മൗലാനയെ ഒരാൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മൗലാന ആലിമാന്ന് മാത്രല്ല, ഇവനൊരു ആലിമാന്നാ. ആലിമല്ലാത്തവർക്ക് അതിന് കഴിയില്ല. അന്നാസു അഴുതാവുമാ ജഹിലു, ജനങ്ങൾ അറിവില്ലായ്മയുടെ ശത്രുക്കളാണ്. അറിവുള്ളത് കൊണ്ടാണ് നമ്മൾ മൗലാനയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചെന്തൊക്കെയോ അറിവ് കിട്ടിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് ഈ അറിവിന്റെയും ബോധ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഐക്യപ്പെട്ടവരാണ് അഹിബ്ബ മൗലാന എന്ന് പറയുന്ന ഈ കൂട്ടായ്മ. അറിവുള്ളവരാണ്, അതിന്റെ പുറമെ കാരുണ്യമുള്ളവരാണ്, അതേപോലെ തന്നെ അവരുടെ ഉത്തമമായ ബോധ്യവും അവരുടെ മനസ്സും ശരീരവും സമ്പത്തും ഈ മേഖലയിൽ ഉപയോഗപ്പെടുത്താൻ താല്പര്യമുള്ളവരും പ്രത്യേകമായ ആ നിലയിലുള്ള മഹബത്തുള്ളവരുമാണ് ഈ അഹിബ്ബ മൗലാനയായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ അവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും ഉയരുകയും അത് നമ്മൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ദൗത്യത്തിന്റെ യഥാർത്ഥ വാഹകരായി തീരുന്നത്. ജലാലുദ്ദീൻ റൂമിയുടെ ഒരു വചനം ഞാനിവിടെ ഉദ്ധരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, റൊട്ടി ചപ്പാത്തി നമ്മുടെ അംശമാവുന്നതും, നമ്മൾ തിന്നുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അംശമാകുമല്ലോ, ആ റൊട്ടി നമ്മുടെ ശരീരത്തിന്റെ അംശമാവുന്നതും നാം ആവുന്നതും നമുക്കതിനോട് ഇഷ്ടവും വിശപ്പും ഉള്ളത് കൊണ്ടാണ്. റൊട്ടി നമ്മൾ തിന്നിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാകും എപ്പോ? നമുക്ക് റൊട്ടിയോട് ഇഷ്ടവും ആ റൊട്ടിയോട് ഇഷ്ടമുള്ളതോടുകൂടെ വിശപ്പും നമുക്കുണ്ടെങ്കിൽ. അതേപോലെയാണ് മനുഷ്യൻ മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെയും അവസ്ഥ. ഇഷ്ടമില്ലെങ്കിൽ റൊട്ടിക്ക് നിങ്ങളുടെ അകത്തേക്കോ ആത്മാവിലേക്കോ പ്രവേശിക്കാനാവില്ല. ജീവനില്ലാത്ത റൊട്ടിയെ ജീവനാക്കി മാറ്റിയതും കെട്ടുകൊണ്ടിരിക്കുന്ന ജീവനെ ആളിക്കത്തിപ്പിച്ചതും സ്നേഹമാണ്, ഇഷ്ടമാണ്, വിശപ്പാണ്. ആ വിശപ്പ് നമുക്കുണ്ടാവണം. അപ്പോഴാ നമ്മൾ യഥാർത്ഥത്തിൽ അഹിബ്ബ മൗലാനന്റെ ആളുകളാണെന്ന് പറയാൻ പറ്റൂ. ആ ഇഷ്ടം, ആ വിശപ്പ്, മൗലാനയെ ഉൾക്കൊള്ളാനുള്ള വിശപ്പ്, ആ വിശപ്പ് നമുക്കുണ്ടാകുമ്പോഴാണ് മൗലാന നമ്മിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്, നമ്മിലേക്ക് കയറി വരുന്നത്. അത്തരം ഒരവസ്ഥ വരുന്നവരാണ്. നമുക്കറിയാലോ, ഇന്ന് കറങ്ങുന്ന ലോകങ്ങൾ, ചന്ദ്രനും സൂര്യനും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചമാകമാനം കറങ്ങുന്നത് അവകൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലത്തിന്റെ ഫലമായിട്ടാണ് ലോകം കറങ്ങുന്നത് എന്ന് ശാസ്ത്രീയമായി നമ്മളൊക്കെ ബോധ്യപ്പെട്ടിരിക്കുന്ന, നമ്മളൊക്കെ സമ്മതിക്കുന്ന ഒരു പരമാർത്ഥമാണല്ലോ. അതുകൊണ്ട് ലോകത്തുള്ള ഈ എല്ലാ അണുക്കളും എല്ലാ ഗ്രഹങ്ങളും എല്ലാം കറങ്ങുന്നത് ഈ കാന്തിക വലയത്തിന്റെ അകത്ത് നിന്നുകൊണ്ടാണെങ്കിൽ ഓരോ ഗ്രഹങ്ങളും അതിൻ്റെ കാന്തിക പ്രഭാവം കൊണ്ട് ആവാഹിച്ചെടുത്ത ഉപഗ്രഹങ്ങളുണ്ട്, ധൂമകേതുക്കളുണ്ട്, ഉൽക്കകളുണ്ട്. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എളുപ്പം വിചാരിക്കണം, സ്കൂളിൽ പഠിച്ചാണല്ലോ. നമുക്കൊക്കെ അറിയാലോ. അപ്പൊ ഭൂമിയുടെ ഉപഗ്രഹങ്ങളായിട്ടുണ്ട്, ചന്ദ്രന്റെ ഉപഗ്രഹങ്ങളായി വേറെ കുറെ അതിൻ്റെ ഒപ്പം കറങ്ങുന്നുണ്ട്. എന്തുകൊണ്ട്? അതിൻ്റെ ആ കാന്തിക വലയത്തിൽ ഈ ഉപഗ്രഹങ്ങളും ഉൽക്കകളും പാറകളും കഷ്ണങ്ങളൊക്കെ പെട്ടിരിക്കുകയാണ്. ഇതുപോലെയാണ് മൗലാന എന്ന് മനസ്സിലാക്കിയ നമ്മുടെ വിഷയം എളുപ്പം തിരിയും. മനസ്സിലാണ്ടോ ഞാൻ പറഞ്ഞത്? ഇതുപോലെയാണ്. ചില ഗ്രഹങ്ങൾക്ക് കാന്തിക ശക്തി ഉണ്ടാവും, എല്ലാവർക്കും ഇതുണ്ടായിക്കൊള്ളുന്നില്ല. ചില അപൂർവം ചില ജനുസുകൾക്ക് അള്ളാഹു തആല പടയ്ക്കുന്ന ചില പ്രത്യേകമായ പടപ്പുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രത്യേകതയാണ് ഈ ഒരു അവസ്ഥ. അതിൽ കറങ്ങിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ആ നിലയിൽ അതിൽ നിന്ന് ഉപഗ്രഹങ്ങളുടെ അവസ്ഥ എന്താ? അതിന് സ്വന്തം നിലയ്ക്ക് പ്രകാശമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഗ്രഹങ്ങളിൽ നിന്ന്, അതിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് അതിന് വേണ്ട പ്രകാശം അതിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രകാശത്തിലൂടെയാണ് ഇത് അതിൻ്റെ നിലനിൽപ്പ് നടത്തുന്നത്. ആ ഊർജമാണ് അത് സംഭരിക്കുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് മശായിഖന്മാരിലൂടെ, ഉസ്താദുമാരിലൂടെ, നമുക്ക് വേണ്ടപ്പെട്ടവരിലൂടെ നമുക്ക് കിട്ടേണ്ടതും. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ ചൊവ്വായ നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ഹിദായത്താക്കണേ തമ്പുരാനെ. അല്ലെ, നല്ലൊരു ദുആ. അല്ലാഹു തആല അവിടെ പറഞ്ഞു നിർത്തിയില്ല, ഉടനെ പറഞ്ഞു എന്ത്? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. അതിനെ മൂർത്തികളാക്കി മാറ്റി. ആദ്യം പറഞ്ഞത് ഒരു ആശയമാണ്, രണ്ടാമത് പറയുന്ന ഒരു മൂർത്തിയാണ്. അത് നമുക്ക് അല്ലാഹു തആല കാണിച്ചു തരികയാണ്.
സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരായ മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദായി വസ്വാലിഹീൻ, ആ മൂർത്തികളുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തണമേ തമ്പുരാനെ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ ക്രോധം ഏറ്റുവാങ്ങിയ ജൂത ക്രൈസ്തവരുടെ മാർഗത്തിലേക്കല്ല, വലദ്ദാല്ലീൻ, വിശ്വാസപരമായി പഴച്ച വലാലത്തിൽ അകപ്പെട്ടു പോയ പുത്തൻ വിശ്വാസക്കാരുടെ മാർഗത്തിലേക്കുമല്ല എന്നിവിടെ മൂർത്തീകരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാ? ഇവിടെ നമുക്കൊരു മൂർത്തി അനിവാര്യമാണ്. ഞാൻ മൂർത്തി എന്നൊക്കെ പറഞ്ഞ് എന്താ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാകുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹിന്ദുക്കൾ ആരാധിക്കുന്ന മൂർത്തികളും ദൈവങ്ങളും അല്ല ഞാനീ പറയുന്നത്. ഒരാശയത്തെ പ്രയോഗവൽക്കരിക്കുന്നതിനെ പറ്റിയാണ് മൂർത്തി എന്ന് പ്രയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, ഈ നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ കുറവുള്ള ആളുകളാണ്. എല്ലാ കാര്യത്തിലും പൂർണ്ണത നേടാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമുക്ക് കുറെ വൈകല്യങ്ങളുണ്ട്. ആ വൈകല്യങ്ങൾ ഇല്ലാതാക്കിയിട്ട് പൂർണ്ണതയുള്ള ആളുകളെ പിൻപറ്റിയാൽ നമുക്ക് പഴയ്ക്കാതെ രക്ഷപ്പെടാം. അതിനുള്ള മാർഗമാണ് അഹിബ്ബ മൗലാന. പഴവില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ ചേർക്കുക. നമ്മൾക്ക് ഒരുപാട് കുറവുകളുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് കുറവുണ്ട്, നമ്മുടെ കണ്ണിന് കുറവുണ്ട്, നമ്മുടെ ചെവിക്ക് കുറവുണ്ട്, നമ്മുടെ ചിന്തകൾക്ക് കുറവുണ്ട്, നമ്മുടെ ബുദ്ധിക്ക് കുറവുണ്ട്. ഇത്തരം കുറവുകളൊക്കെ ഇല്ലാതാക്കിയിട്ട് നമ്മളെ ഉന്നതമായ ഒരു പദവിയിലേക്ക് എത്തിക്കാൻ മഹാന്മാരായ മശായിഖന്മാരാകുന്ന ആളുകളിലേക്ക് നമുക്ക് ചേരാൻ കഴിഞ്ഞാൽ, അവരെ മാതൃകയാക്കാൻ കഴിഞ്ഞാൽ, നമുക്ക് ആ നിലയിൽ ഒരു നമ്മുടെ തലച്ചോറിലും നമ്മുടെ ഉള്ളിലും അതേപോലെയുള്ള ഗ്രഹങ്ങൾക്കുള്ളതുപോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ മനസ്സുകൾ വേറെ എവിടെയോ നിന്ന് നിയന്ത്രിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്, ഉപഗ്രഹങ്ങളെ പോലെ നമ്മൾ അതിൻ്റെ ഒപ്പം കറങ്ങാൻ തുടങ്ങും. നമ്മളൊന്നും ചെയ്യണ്ട, അതിൻ്റെ ഒപ്പം നിന്ന് കൊടുത്താൽ മതി. അതിന് കഴിയുന്ന ഒരവസ്ഥയാണ് നമുക്ക് അനിവാര്യമായി ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ആ നിലയിൽ ചിന്തിക്കാനും ആ നിലയിൽ മനസ്സിലാക്കാനും അതിഭൗതികമായൊരു കാന്തിക പ്രവാഹത്തിൽ ആകൃഷ്ടരായി അതിൻ്റെ ഒപ്പം ആ മുഹിബിന്റെ മനസ്സിൽ വലിയൊരു ചിന്ത സൃഷ്ടിക്കാൻ അത്തരം മഹബത്ത് കൊണ്ട് നമുക്ക് കഴിയും. നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകും അത്തരമൊരു വിളി, അത്തരമൊരു ചിന്ത. നമുക്ക് ആവാഹിച്ചെടുക്കാൻ കഴിയുന്ന വലിയ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാൻ അതിന് കഴിയും. അതിന് നമുക്ക് അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പൊ അതിന് അവരെ ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹിച്ച സ്വഹാബത്തിന്റെ കഥകൾ നമുക്ക് ഒരുപാട് അറിയാം. ആ സ്വഹാബത്ത് റസൂലുള്ളാഹി തങ്ങളുടെ സ്നേഹത്തിന്റെ ആ ആഴക്കടലിൽ ഇറങ്ങിയിട്ട് മുത്തും പവിഴവും വാരിക്കൂട്ടിയവരാണ് നബിയുടെ സ്വഹാബാക്കൾ. ശേഷം വന്ന താബീകളും താബീകളും അധികം മോശക്കാരൊന്നും ആയിരുന്നില്ല. അവരും അതിൽ കുറെയൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷെ നമുക്കിന്ന് ആ കടലിലേക്ക് ഇറങ്ങാൻ മാർഗമില്ല. 14 നൂറ്റാണ്ട് അകലെയാണ് ആ കടല്. 1400 കൊല്ലം അപ്പുറത്താണ് ആ റസൂലുള്ളാഹി തങ്ങളുടെ മഹബത്തിന്റെ കടൽ കിടക്കുന്നത്. ആ കടലിന്റെ വക്കിൽ പോയി നിന്നിട്ട് കക്ക വാരാനുള്ള ഒരു അവസ്ഥ പോലും നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന ബോധം നമുക്കുണ്ടാവണം. അപ്പൊ ആ കടലിലേക്ക് നമ്മളെ ചേർക്കാൻ 1400 കൊല്ലത്തെ വഴിദൂരം ഇങ്ങോട്ട് ചുരുക്കി കൂട്ടി കെട്ടിത്തരാൻ നമുക്ക് ഇടയിൽ കുറെ കണ്ണികൾ ആവശ്യമാണ്. ആ കണ്ണികളെ കുറിച്ചാണ് നമ്മുടെ മശായിഖന്മാരെന്ന് പറയുന്നത്. ആ മശായിഖന്മാരാണ് ഇവിടെ ഓരോ മജ്ലിസുകളിലും മൗലാന പറയുന്ന മൗലാനിന്റെ മുഹിബുകൾ. മനസ്സിലാവുണ്ടോ? ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ മൗലാനയുടെ മുഹിബുകളാണ് ആ ചങ്ങലയിലെ കണ്ണികൾ. 1400 വർഷത്തെ നീണ്ട കാലത്തെ ആ കണ്ണി യോജിപ്പിക്കുന്ന, വളക്കി ചേർക്കുന്ന കണ്ണികളാണ് മശായിഖന്മാര്. അപ്പൊ നമ്മുടെ മുൻഗാമികളാകുന്ന കണ്ണികളെയും നമ്മെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി മൗലാന ഇടയിൽ വർത്തിക്കുമ്പോഴാണ് അഹിബ്ബ മൗലാന എന്ന് പറയുന്ന ഈ സരണി പൂർണ്ണമായി തീരുന്നത്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് കണ്ണുമുറിയാത്ത ഒരു സിൽസിലയിലൂടെ ആ കടലിലേക്ക് എത്തിച്ചേരാനും ആ മഹബത്തിന്റെ മുത്തും പവിഴവും വാരിയെടുക്കാനും നമുക്ക് കഴിയുക തന്നെ ചെയ്യും. അതിന് അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ.